സാരി ബ്ലൗസിൻ്റെ നമ്മൾ ഈ ഫ്രണ്ട് വശം നമ്മൾ 3/4 ഇഞ്ച് എടുത്ത് വെട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഡാട്ടും പിടിക്കുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ എടുത്ത് വെട്ടുമ്പോൾ തന്നെ ഈ എടുത്ത് വെട്ടുന്ന ഫ്രണ്ടും ബാക്കും തമ്മിൽ നമുക്കൊരു 1/2 ഇഞ്ച് ഹാം ഹോളിൽ സെൻറ്ററിന് വ്യത്യാസം വരാം. ഈ ഡാട്ട് പിടിക്കുമ്പോഴും അതിന് സംബന്ധമായ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്റർ അധികം പേരും കൈ പിടിപ്പിക്കുമ്പോൾ സെൻറ്റർ ഈ ഷോൾഡറിൽ തന്നെ സെൻറ്റർ വെച്ചാൽ മതിയെന്ന് പലരും പറയുന്നുണ്ട്. എങ്കിലും ചില ബോഡി ഷേപ്പിന് നമുക്ക് കൈ ഇങ്ങനെ ചുരുങ്ങി വരാറുണ്ട്. അതായത് നമ്മുടെ കൈയുടെ സെൻറ്റർ ഇതല്ലേ വെക്കുന്നത്, ഈ സെൻറ്റർ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ കൈ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഒരു സൈഡിലോട്ട് പുറകോട്ട് തിരിഞ്ഞു പോകും. ചിലരുടെ ബോഡി ഷേപ്പിന് മാത്രം സംഭവിക്കുന്ന ഒന്നാണത്. ഈ കൈയുടെ ഈ ജോയിൻ്റ് സൈഡ് ബാക്ക് സൈഡിലോട്ട് മറിഞ്ഞു പോകും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത് നേരെ വരത്തില്ല. അപ്പം ഈ സൈഡ് നേരെ വരികയും ഈ ബാക്ക് സൈഡ് ബ്ലൗസിൻ്റെ സൈഡ് ജോയിൻ്റ് നേരെ വന്ന് ഇങ്ങനെ പോയാലേ ഉള്ളൂ ബ്ലൗസ് ശരിയായ രീതിയിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ റെയർ മെഷർമെൻ്റ് ഉള്ള ബോഡി ഷേപ്പുള്ള ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഫ്രണ്ട് വശത്തേക്ക് ഒരു 1/2 ഇഞ്ച് ബ്ലൗസിൻ്റെ സെൻറ്റർ മാറ്റി പിടിപ്പിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ പിടിപ്പിക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ എപ്പോഴും കൈ റൗണ്ടിൽ കൂട്ടണം. റൗണ്ടിൽ കൂട്ടിയാലേ ഉള്ളൂ സെൻറ്റർ നമ്മൾ ഫ്രണ്ടിലോട്ട് 1/2 ഇഞ്ച് കയറ്റുമ്പോൾ ബാക്ക് സൈഡ് കൈ 1/2 ഇഞ്ച് കയറ്റി വെക്കണം. അപ്പോൾ ഈ സെൻറ്റർ കറക്റ്റായിട്ട് വരും. അങ്ങനെ തയ്ക്കുമ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളുള്ള ബോഡി ഷേപ്പിൻ്റെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം. ഒരിക്കൽ കൂടി പറയുന്നു, സെൻറ്റർ അങ്ങനെ മാറ്റി പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൈ റൗണ്ടിൽ തന്നെ കൂട്ടണം. അത് പ്രത്യേകം ഓർക്കുക. വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്